തുറന്ന പുസ്തകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പഴയ കാലം, തുടക്കകാലമൊക്കെ അഭിമാനത്തോടു കൂടി ഏത് വേദിയിലും പറയുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു കോസ്റ്റ്യൂമറായിട്ടാണ്, ടൈലറായിട്ടാണ് സിനിമയിൽ വന്നത്. ആ കാലം മുതൽ എനിക്കറിയാം. ഹാസ്യത്തിന് മുൻപ് ഹാസ്യ റോളുകൾ അദ്ദേഹത്തിന് തേടി എത്തിയത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിഗർ വെച്ചിട്ടാണ്. നമ്മൾ ബോഡി ഷെയ്മിങ് അല്ല. അന്ന് ഇപ്പം പറയാനൊക്കത്തില്ല. കുടക്കമ്പി എന്നൊക്കെ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എതിർക്കും. കുടക്കമ്പി എന്ന് വിളിച്ച് എത്രയോ സിനിമകൾ. അതിനുശേഷം പതുക്കെ പതുക്കെ ആ ഒരു ഡെഡിക്കേഷൻ്റെ ഒരു കഥയാണ്, ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹം ഞാനുമായിട്ട് അന്ന് ഫുൾ ടൈം ഹാസ്യമാണ്. മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പ്രത്യേക സീനുണ്ട്. ഞാൻ ഒരു ഹിന്ദുവാണ്, പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്ന പേരിൽ മലബാറിൽ ഏതോ ഒരു സ്ഥലത്ത് സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ്. ഇടത്തോട്ട് മുണ്ടൊക്കെ കൊടുത്ത് തൊപ്പിയൊക്കെ വെച്ചിട്ട് മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ തൻ്റെ അമ്മയുടെ പിറന്നാളിന് അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റുന്നില്ല. ഇയാൾ വലിയൊരു ഭക്തനും കൂടാണ്. അയാളുടെ പേര് ജോജി എന്നാണ്. അവിടെ കുഞ്ഞാലിക്കുട്ടി ഒരു റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് അമ്പലത്തിൽ പോകുന്നു, തൊഴുതുകൊണ്ട് നിൽക്കുന്നു. ഇന്ദ്രൻസ് അവരുടെ ആളാണ്, ഹിന്ദു ആ ഫാമിലിയുടെ ആളാണ്. അയാളെന്നെ കാണുന്നു, അവിടുത്തെ പെൺകുട്ടിയും കാണുന്നു. അപ്പോൾ സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു തൊഴുന്നത് മാത്രം പോരാ, എന്തെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും അറിയാമോ? അപ്പം ഞാൻ താമസിക്കുന്നത് ഇവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. അവിടെ എപ്പോഴോ ഒരു തന്ത്രി വന്നിട്ട് ഞങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ ചെറിയ പ്രായത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യനെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു 4 പേര് ഞാൻ പഠിപ്പിക്കാൻ. എവിടെ പോയാലും അതിങ്ങനെ പറയണം. ശക്തിഹസ്തം വിരൂപാക്ഷം ഷിഹിഭാഗം ഷടാനനം ദാരുണം രോഗാത്മം ഭാവയെ കുക്കുടത്വം. അന്ന് പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു 4 പേര് അറിയാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ ശക്തിഹസ്തം വിരൂപാക്ഷം പറഞ്ഞു. അസിസ്റ്റന്റ് ഡയറക്ടർമാരെല്ലാം ഞെട്ടി, സാറേ ഞങ്ങൾക്ക് എഴുതി വെക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഡബിങ്ങിന് സാറ് തന്നെ വന്ന് ചെയ്തോണം. ഓക്കെ എന്ന് പറഞ്ഞു. സിനിമ കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി ഇന്ദ്രൻസ്. സിനിമ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇല്ലാത്ത ഭാഗത്ത് ഇന്ദ്രൻസ് പറയുന്നു, ഞാൻ കണ്ടതാണ്, അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, അവൻ ഹിന്ദുവാണ്. അവൻ തൊഴുതപ്പോൾ ശക്തിഹസ്തം വിരൂപാക്ഷം ശിരിഭാഗം ഷടാനനം ദാരുണം രോഗാത്മം ഭാവയെ കുക്കുടത്വജം കാണാതെ പഠിച്ച് ഈ പറയാൻ. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിന്റെ പറയേണ്ട ആവശ്യമില്ല. ഒരു മന്ത്രവും ചൊല്ലി എന്ന് പറഞ്ഞാലും ഓക്കെ. ആ മന്ത്രം കാണാതെ പഠിച്ച് സിനിമയ്ക്ക് പറഞ്ഞ ആളാണ്. അന്ന് എനിക്ക് നോട്ട് ചെയ്തു, ഇയാള് നല്ല ഡെഡിക്കേഷനുള്ള കഠിനാധ്വാനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നിലയിൽ നിന്നും ഇപ്പോൾ ഈ നിലയിലേക്ക് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നടനായി വരികയും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അവാർഡൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉർവശിക്കായിരുന്നു. ഉർവശി പറഞ്ഞ ഒരു മറുപടി അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. ഉർവശി എന്ന് പറഞ്ഞു, അച്ഛൻ്റെ പേരിൽ ഒരു അവാർഡ് ഞങ്ങൾ ഉർവശിക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 19-ാം തീയതിയാണ്. എങ്ങനെയാണ്? അപ്പം ഉർവശി ചിന്തയൊന്നുമില്ല. എൻ്റെ അച്ഛനല്ലേ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനമല്ലേ മുകേഷ് ഏട്ടൻ്റെ അച്ഛന് എനിക്ക്, ഞാൻ വരില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന നമ്മളുടെ ഒരു വണ്ണസ് എന്ന് പറയുന്നത്. അതേപോലെ ഇന്ദ്രനെ ഞാൻ ഇങ്ങനെ ഒരു മടിച്ചാണ് വിളിച്ചത്. കാര്യം ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ള ആളാണ്. ഒരു ബിസിയും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ എന്നാണ് നെക്സ്റ്റ് ഡയലോഗ്, ഓഗസ്റ്റ് 19 ഞാൻ വരും. അപ്പൊ അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, കലാകാരൻ എന്നുള്ള ആ പ്രതിബദ്ധത, താൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അതുപോലെ കൃത്യമായി ജീവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഏറെ സന്തോഷത്തോടെ ശ്രീ ഇന്ദ്രൻസിനെ ഈ പുരസ്കാര ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.